ഇപ്പോഴും എപ്പോഴും എന്റെ സഹായത്തിന് വേഗം വരണമേ. ത്തിന്റെ വായിൽ നിന്നെ രക്ഷിക്കണമേ. അഹങ്കാരിയുടെ മുമ്പിൽ നിന്ന് എളിയവനായ എന്നെ വിടുവിക്കണമേ. അവിടുന്ന് അവനിൽ നിന്ന് മുഖം തിരിച്ചില്ല. അവൻ വിളിച്ചപ്പോൾ അവിടുന്ന് ശ്രമിച്ചു. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ തേടുന്നവർ അവിടുത്തെ സ്തുതിക്കും. വിശുദ്ധ ലൂക്കാ, മത്തായി, യോഹന്നാൻ എന്നിവർ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോയ്ക്ക് കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു. അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്ത് ഇരിക്കും. അവരെല്ലാവരും കൂടി ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? അവൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന്. അവർ പറഞ്ഞു, ഇനി നമുക്ക് വേറെ സാക്ഷ്യമെന്തിന്? അവന്റെ നാവിൽ നിന്ന് തന്നെ നാം കേട്ടുകഴിഞ്ഞു. അനന്തരം അവരുടെ സംഘമൊന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അവർ അവന്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ മിശിഹായാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. ഇത് കേട്ട് പീലാത്തോസ്, ഈ മനുഷ്യൻ ഗലീലയക്കാരനാണോ എന്ന് ചോദിച്ചു. അവൻ ഹെറോദേസിന്റെ അധികാരത്തിലുള്ളവനാണെന്ന് അറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവന്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങളിൽ ഹെറോദേസ് ജെറൂസലേമിലുണ്ടായിരുന്നു. ഹെറോദേസ് ഈശോയെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ ഈശോയെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് ഈശോയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഈശോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അവൻ പലരും ഈശോയോട് ചോദിച്ചു,
പക്ഷേ ഈശോ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ഈശോയുടെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. ഹെരോദേസ് പടയാളികളോട് ചേർന്ന് ഈശോയോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഹെരോദേസ് ഈശോയെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. അന്ന് മുതൽ ഹെരോദേസ് പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. അതുവരെ അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. മാത്രമല്ല, പീലാത്തോസ് ന്യായാസനത്തിൽ ഉപപക്ഷനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ച് അറിയിച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ മൂലം സ്വപ്നത്തിൽ ഞാനിന്ന് വളരെയേറെ ക്ലേശിച്ചു. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂടി അവരോട് പറഞ്ഞു, ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവരെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇവരെ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവരിൽ ഞാൻ കണ്ടില്ല, ഹെരോദേസും കണ്ടില്ല. അവൻ ഇവനെ എന്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ. നോക്ക്, മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോവുക, ബറാബാസിനെ നിങ്ങൾക്ക് വിട്ടുതരിക. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവരാണ് ബറാബാസ്. ഈശോയെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു. അവരാകട്ടെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പീലാത്തോസ് മൂന്നാം പ്രാവശ്യവും അവരോട് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടികൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവ്വം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവനെ ക്രൂശിക്കുക. അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു. ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കി പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ജനം മുഴുവൻ മറുപടി പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ പീലാത്തോസ് തീരുമാനിച്ചു. അവർ ആവശ്യപ്പെട്ട മനുഷ്യരെ, കലാപത്തിലും കൊലപാതകത്തിലും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവരെ പീലാത്തോസ് വിട്ടയക്കുകയും ഈശോയെ അവരുടെ വിധത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ ഈശോയെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൽ പുറത്തുനിന്ന് ആ വഴി വന്ന ശിമയോൻ എന്നവർ കിരീടക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് ഈശോയുടെ പിറകെ ചുമന്നു കൊണ്ടുവരാൻ നിർബന്ധിച്ചു. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും ഉറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും ഈശോയുടെ പിന്നാലെ പോയിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് ഈശോ പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ധനങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? കുറ്റവാളികളായ രണ്ടുപേരെ കൂടി ഈശോയോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ ഈശോയെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളിൽ ഒരുവനെ അവന്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. ഈശോ പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഈശോയുടെ വസ്ത്രങ്ങൾ വാങ്ങിച്ചെടുക്കാൻ അവർ മുറിയിട്ടു. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ച് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ മിശിഹായാണെങ്കിൽ, അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് ഈശോയെ പരിഹസിച്ച് പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം ഈശോയുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു.
കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ ഈശോയെ ദുഷിച്ചു പറഞ്ഞു, നീ മിശിഹായല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവനെ സഹായിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, ഈശോയെ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈശോ അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ എന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിൽ ആയിരിക്കും. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവനും അന്ധകാരം വ്യാപിച്ചു, സൂര്യൻ ഇരുണ്ടു. അപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ 2ആയി കീറി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ചിരുന്നവർ വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. ഈശോയ്ക്ക് കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ടധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. പടയാളികൾ ഈശോയെ ക്രൂശിച്ചതിനു ശേഷം അവന്റെ വസ്ത്രങ്ങൾ 4ആയി ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവന്റെ അങ്കിയും അവരെടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് അത് കീറേണ്ട, പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. ഈശോയുടെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോഫാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. ഈശോ തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയെ കുതിർത്ത് അവന് നിർപ്പഞ്ഞി ഈശോപ്പ് ചെടിയുടെ കണ്ണിൽ വെച്ച് അവനെ ചുണ്ടോടടുപ്പിച്ചു. ഈശോ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈശോ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരന്മാരെ, വിശുദ്ധ വാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവസാന ഞായറാഴ്ചയിലെ കൈകളിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ആഘോഷപൂർവ്വമായി ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ചതെല്ലാം നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണല്ലോ. അവസാന ഞായറാഴ്ച ഏറ്റവും വലിയ സന്തോഷം നമുക്ക് സ്വന്തമായിട്ട് ഒരു ഓല കിട്ടിക്കുന്നതാണ്. അപ്പം തന്നെ അന്നേ ദിവസമാണ് ഒരിക്കലും പള്ളിയിൽ വരാത്ത ആളുകളെ കാണാൻ പറ്റുന്ന ദിവസവും ഈ അവസാന തിരുനാൾ ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ അച്ഛന്മാരെ ചിലപ്പോൾ തമാശായിട്ട് പറയും, ഓല ക്രിസ്ത്യാനികളെ, ഓല കൈവിരിക്കുന്ന ക്രിസ്ത്യാനികളെ. അന്ന് ആ ദിവസം മാത്രം കാണാൻ പറ്റുന്ന ആൾക്കാർ.
പിന്നീട് പെസഹായുടെ ദിവസമായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളും ശുശ്രൂഷകളുമെല്ലാം നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ പങ്കെടുത്തു. ഉച്ച കഴിഞ്ഞുള്ള ശുശ്രൂഷമായതുകൊണ്ട് പക്ഷേ അത്യുഷ്ണത്തിൻ്റെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോലും വൈകുന്നേരം വീട്ടിൽ ആണ്ടിലൊരിക്കൽ മാത്രം മുറിക്കുന്ന പെസഹ അപ്പം മുറിക്കാമെന്നുള്ള വലിയ സന്തോഷത്തോടെ ആ ദിവസവും കടന്നുപോയി. നമ്മുടെ ഭവനങ്ങളിലെല്ലാം തന്നെ അപ്പം മുറിച്ച് പെസഹ ആചരിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് നമ്മുടെ ഇടവകയുടെ 7 സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുരിശിൻ്റെ വഴി വന്നു. ഇപ്പോൾ ഈ തിരുക്കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരം ഒരുപക്ഷെ ഇതും നമ്മുടെ എല്ലാ മനസ്സിൽ അലയടിച്ച് നിൽക്കുമ്പോൾ, ഈശോയുടെ പീഡാസനത്തെയും മരണത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ദുഃഖവും വേദനയും എല്ലാം മനസ്സിൽ കടന്നു വരുമ്പോഴും നമുക്ക് അല്പം ആശ്വാസമായിട്ടുണ്ടായിരുന്നത് ഒരു ഉച്ചകന്യയായിരുന്നു. അതും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വൈക്ലഭ്യം ചിലരുടെയെങ്കിലും മുഖത്ത് ദർശിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാം ശരിയാവും ഒരു ദിവസം. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ഈ ദിവസങ്ങളിൽ ഈശോയുടെ ചടാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് നമുക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ഇടവകയിലെ 7 സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുരിശിന്റെ വഴി വന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 7 ഒരു പ്രത്യേകതയാണ്. വിശുദ്ധ ബൈബിളിൽ 7 ഒരു പൂർണ്ണസംഖ്യയാണ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നതും ഒരു 7 കാര്യങ്ങളാണ്. ഈശോയുടെ കുരിശുമരണത്തോടും അവിടുത്തെ പീഡാസനത്തോടനുബന്ധിച്ച് ഒരു 7 അസാധാരണമായ സംഭവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് പറയുന്നില്ല. രണ്ടാമതായിട്ട് വേറെ കാര്യമുള്ളത് 7 മഹത് വ്യക്തികളെ ഈ കുരിശിന്റെ വഴിയിൽ നമ്മൾ കാണുന്നു. അതേക്കുറിച്ച് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നില്ല. മറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുരിശിൽ നിന്നും അവസാനമായിട്ട് ഒഴിഞ്ഞ 7 സത്വചനങ്ങളെ കുറിച്ചാണ്. ഒരു മനുഷ്യ വ്യക്തിയുടെ അവസാനത്തെ വാക്കുകൾ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതുന്ന സംസ്കാരമാണ് നമുക്കെല്ലാവർക്കും. ഒരു വ്യക്തി മരണത്തോടടുക്കുമ്പോൾ അവസാനം പറയുന്ന വാക്കുകൾ അത് വളരെ വിലപ്പെട്ടതാണ്. ഈശോയുടെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈ 7 വാക്കുകൾ നമ്മളേറെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട 7 സത്വചനങ്ങളാണ്. ഒന്നാമത്തെ വചനമാണ് പിതാവേ അവരോട് ക്ഷമിക്കണമേ. ഈശോയുടെ കുരിശുമരണത്തിന് മുമ്പായിട്ട് എല്ലാവരോടുമായിട്ട് ഈശോ രമ്യതപ്പെടുകയാണ്. ഈശോ ഒരിക്കൽ പറഞ്ഞല്ലോ, ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ടിട്ട് തിരിച്ചു വന്ന് ബലിയർപ്പിക്കാനായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയുടെ ശത്രുക്കളോട് രമ്യതപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഈശോ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ അവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയമുണ്ട്. ഈശോയെ കുറിച്ച് തറച്ചവർക്ക് അവരൊന്നും അറിയാതെയാണ് അവർ കുറിച്ച് കേട്ടത്. അവർ നന്നായിട്ട് അറിയാമായിരുന്നു. ഒരു മനുഷ്യനെ, പച്ചയായ മനുഷ്യനെ കുറിച്ച് കയറ്റുകയാണെങ്കിൽ നന്നായിട്ട് അറിയുന്നത് തന്നെയാണ് അവർ ഈശോയെ കുറിച്ച് ചർച്ച. പക്ഷേ അതിൻ്റെ വരായികൾ ഈ മനുഷ്യരാരും പറഞ്ഞിരുന്നില്ല. നമ്മളിന്ന് വായിച്ച വചനം കേട്ടല്ലോ, യഹൂദ പ്രമാണികൾ അത് ഞങ്ങളുടെ തലമുറകളുടെ മേലും സംഭവിച്ചോട്ടെ, ഇവിടെ വലിയ ആവേശത്തോടെ പറഞ്ഞതാ. പക്ഷെ അത് ചരിത്രത്തിൽ അത് സംഭവിച്ചു. പലപ്പോഴും നമ്മൾ ആവേശത്തോടെ പറയുന്ന ചില വാക്കുകൾ അത് അച്ചിട്ടായിട്ട് നമ്മൾ സംഭവിച്ചതാണ്.
ക്രൂശിതനായ ഈശോയ്ക്കും ക്രൂശിച്ചവർക്കിടയിൽ ഒരു വിധിയാളനുണ്ട് എന്നുള്ള തിരിച്ചറിവില്ലാതെ പറഞ്ഞ വാക്കുകൾ അവസാനം അവർക്ക് തന്നെ വിനയായി തീർന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, പിതാവേ, അറിയുന്നില്ല എന്താ ചെയ്യുന്നതെന്ന്. വീണ്ടും നമ്മൾ കാണുന്നത്, പിതാവേ ഇവരോട് പൊറുക്കണമേ, കേവലം ഈശോയെ ക്രൂശിൽ തറച്ചവരോട് മാത്രമല്ല, മാനവകുലത്തോട് മുഴുവനായിട്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. കാരണം മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഈശോ ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് ആദ്യം മുതൽ ഇനി ലോകത്തിൽ അവസാനം മരിക്കാനിരിക്കുന്ന ആളുവരുടെ സകല മനുഷ്യർക്ക് വേണ്ടിയിട്ട്, അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈശോ പിതാവിന്റെ പക്കൽ മാപ്പ് അപേക്ഷിക്കുകയാണ്. പിതാവേ ഇവരോട് പൊറുക്കണമേ. ഇവരറിയുന്നില്ല ഇത് ചെയ്യുന്ന പ്രവൃത്തികൾ എന്നാൽ ഇതിന്റെ പരിണിത ഫലം എന്താണ്. നമ്മളൊക്കെ ആവേശത്തോടെ പാപം ചെയ്തു കൂട്ടുമ്പോൾ പലപ്പോഴും അറിയുന്നില്ല ഇതിന്റെ പരിണിത ഫലം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈശോ പിതാവിന്റെ പക്കല് നമുക്ക് വേണ്ടിയിട്ട് യാചിക്കുകയാണ്, പിതാവേ ഇവരോട് പൊറുക്കണമേ എന്ന്. രണ്ടാമത്തെ വചനത്തിലാണ്, നീ എന്നോടുകൂടെ ഇന്ന് പറുദീസായിലായിരിക്കും. പറുദീസ മോഷ്ടിച്ച കള്ളനെ കുറിച്ച് നമ്മൾ ഇന്ന് വചനത്തിൽ വായിച്ചു കേട്ടല്ലോ. രണ്ട് കുറ്റവാളികൾ, നമ്മളവരെ കള്ളന്മാരെന്ന് ചിത്രീകരിക്കുന്നത്, കള്ളന്മാരാണ് മറ്റ് കുറ്റവാളികളാണ് നമുക്ക് അറിഞ്ഞുകൂടെ. ഏതായാലും കുറ്റവാളികൾ, രണ്ട് കുറ്റവാളികൾ ഈശോയുടെ വലത്തോട് ഇടതുമായിട്ട് ക്രൂശിച്ചു. അതിൽ ഒരുവനെ കുറിച്ച് നമ്മൾ പറയുന്നത് സ്വർഗം മോഷ്ടിച്ച കള്ളൻ. എന്ത് പെട്ടെന്നായിരുന്നു അവന് ഒരുപക്ഷെ ആദ്യത്തെ സ്വർഗപ്രവേശനം ലഭിച്ച വ്യക്തി. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. എങ്ങനെയാണ് ഈ മനുഷ്യന് സ്വർഗം കിട്ടിയത്? മറ്റേ കള്ളൻ അല്ലെങ്കിൽ കുറ്റവാളി ഈശോയെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ഈ മനുഷ്യൻ ആ കുറ്റവാളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഇത് നമ്മൾ അർഹിക്കുന്ന ശിക്ഷയാണ്, എന്നാൽ ഇവരൊരു തെറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ നീ നിന്റെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അവന്റെ എളിമയോടെയുള്ള പ്രാർത്ഥന 100% മാർക്കോടുകൂടി അവൻ പാസ്സായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടടിയേറ്റ ശരീരം, രക്തത്തിലൊട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വരയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാസനം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും പുരുഷമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപോലെ സമുചിതനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞു മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ും
കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, Say
വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. ഗൗറീൻകാരനായ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോബോസിന്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശു ചുമക്കാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുറിച്ച് തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡനം. എങ്കിലും അവിടുത്തെ ആദരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. രണ്ട് കടന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കടനെ ആശ്വസിപ്പിക്കുന്നു. മാതാവ് മറ്റ് സ്ത്രീകളും കഴിഞ്ഞുകൊണ്ട് കുരിശിൽ താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകനെന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണി വരെ ഭൂമിയിൽ നിന്നും അന്ധകാരമായിരുന്നു. എൻ്റെ പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പടർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപതി ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്. അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവെ, ആഗ്രഹിച്ച മാമോദീസ മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ജഗനബലിയെന്ന് പൂർത്തിയാക്കി. എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്നങ്ങയെ പോലെ പ്രകാരം പ്രാപിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേപ്പെട്ട് എന്നെ മഹത്വപ്പെടുത്തണമേ.
ദിവസമായിരുന്നു. തന്മൂലം കുരിശു തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെയിറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായോടുകൂടെ കുരിശു തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു. ഏറ്റവും വ്യാകുലിയായ മാതാവേ, അങ്ങേ വത്സരപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ കാവൽത്താ വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയെ തെളിഞ്ഞു നിന്നു.
ചിന്തമെന്തോ കണ്ണിൽ നിന്നോ ചിന്തി വീഴും കണ്ണുനീരാ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്കെ അന്തമറ്റ സർവനാഥൻ തൻ തിരുക്കൽപ്പനയോർത്തു ചിന്തയൊട്ടങ്ങുറപ്പിച്ചു തുടങ്ങി ദുഃഖം. എൻ മകനേ നിർമ്മലനേ നന്മയെങ്ങും നിറഞ്ഞോനേ ജന്മദോഷത്തിൻ്റെ ഭാരം ഓടിച്ചോ പുത്ര പണ്ടു മുന്നോർ കടം കൊണ്ടു കൂട്ടിയതോ വീട്ടുവാനാ ആണ്ടവൻ നീ മകനായി പിറന്നോ പുത്ര. ആദമാദി നരവർഗം ഭീതി കൂടാതെ പിഴച്ചു ഹേതുവദീനുത്തരം നീ ചെയ്തിതോ പുത്ര. നന്നു നന്നു നരരക്ഷ നന്ദിയത്രേ ചെയ്തതു നീ
ചിന്തയുറ്റങ്ങപേക്ഷിച്ചു ചിന്തവെന്ത സംഭ്രമത്താൽ ചിന്തിച്ചോര വിയർത്തു നീ കുളിച്ചോ പുത്രാ. വിണ്ണിലോട്ടു നോക്കി നിന്റെ കണ്ണിലും നീ ചോര ചിന്തി മണ്ണുകൂടെ ചോരയാലേ നനച്ചോ പുത്രാ. വൈരികൾക്കു മാനസത്തിൽ വൈരമില്ലാതില്ലയേതും വൈരഹീന പ്രിയമല്ലോ നിനക്കോ പുത്രാ. നിൻചരണ ചോരയാദം തൻ ശിരസിലൊഴുകിച്ചോ വഞ്ചതിയാൽ വന്ന ദോഷം ഒഴിച്ചോ പുത്രാ. മരത്താലേ വന്ന ദോഷം
തുറന്നു പുത്ര. ഉള്ളിലേതും ചതിവില്ല, ഉള്ള കൂറിന്നറിയിപ്പാൻ ഉള്ളുകൂടെ തുറന്നു നീ കാട്ടിയോ ദോഷം കൊണ്ടടച്ച സ്വർഗവാതിൽ തുറന്നു നീ ആദിനാഥ മോക്ഷവഴി തെളിച്ചോ മുമ്പു കൊണ്ട കടമില്ല വീട്ടിമേലിൽ വീട്ടുവാനായി അൻപിനോടു ധനം നേടി വച്ചിതോ പള്ളി തന്റെ ഉള്ളകത്തു വെച്ച നിന്റെ ധനമെല്ലാം കള്ളരില്ലാതുറപ്പുള്ള സ്ഥലത്തു പള്ളിയകത്തുള്ളവർക്ക് വലയുമ്പോൾ കൊടുപ്പാനായി പള്ളിയറക്കാരനെയും വിധിച്ചോ ഇങ്ങനെ മാനുഷർക്കു നീ മംഗളലാഭം വരുത്തി തിങ്ങിന താപം ക്ഷമിച്ചു മരിച്ചു
അമ്മ കണ്ണീ നിന്റെ ദുഃഖം പാടി വന്നേച്ചപേക്ഷിച്ചു എൻ മനോതാപം കളഞ്ഞു തെളിക്ക തായേ നിൻ മകന്റെ ചോരയാലേ എൻ മനോദോഷം കഴുകി വെണ്മ നൽകിയിടണമെന്നിൽ നിർമ്മല തായേ. നിൻ മകന്റെ മരണത്താൽ എന്റെ ആത്മാമരണത്തെ നിർമ്മലാംഗി നീക്കി നീ കൈ തൂക്കുക നിൻ മകൻകൾ അണച്ചെന്നേ നിർമ്മലമോക്ഷം നിറച്ച് അമ്മ നീമൽ പിതാവീശോ ഭാവിക്ക അമ്മ കന്യ മണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശമ്പോ പറഞ്ഞാലോ കയുമില്ല. അമ്മ
കന്നി തുണയെങ്കിൽ പറയാമൽപ്പം. സർവമാനുഷർക്ക് വന്ന സർവദോഷോ തരത്തിന്ന സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലുണ്ടേ സർവപങ്ക പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനേ നോക്കി കുന്തമമ്പ് വേടിച്ചങ്കിൽ കൊണ്ട പോലെ മനം വാടി തൻ തിരുക്കാൽ കരങ്ങളും തളർന്നു പാരം ചിന്തമെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ തൻ തിരുക്കൽപ്പനയോർത്തു ചിന്തയൊട്ട ഉറപ്പിച്ചു തുടങ്ങി ദുഃഖം എൻ മകനേ നിർമ്മലനേ നന്മയെങ്ങും നിറഞ്ഞോനേ ജന്മദോഷത്തിൻ്റെ ഭാരം മൊഴിച്ചു പുത്ര പണ്ടു മുന്നോർ കടം കൊണ്ടു കൂട്ടിയതോ വിട്ടുവാനാ ആണ്ടവൻ നീ മകനായി പിറന്നു പുത്ര ആദമാദി നരവർഗം ഭീതി കൂടാ
പിടച്ചു ഹേതുവദീനുത്തരം നീ ചെയ്തിതോ പുത്ര. നന്നു നന്നു നരരക്ഷ നന്ദിയത്രേ ചെയ്തതു നീ ഇന്നിവ ഞാൻ കാണുമാറു വിധിച്ചോ പുത്ര. മുന്നമേ ഞാൻ മരിച്ചിട്ടു പിന്നെ നീ ചെയ്തിവയെങ്കിൽ വന്നിതയ്യോ മുന്നമേ നീ മരിച്ചോ പുത്ര. വാർത്ത മുമ്പേ അറിയിച്ചു യാത്ര നീയോടു ചൊല്ലി ഗാത്രദത്തം മനുഷ്യർക്ക് കൊടുത്തോ പുത്ര. മനുഷ്യർക്ക് നിൻ പിതാവ് മനോഗുണം നൽകുവാനായി മനുസാദ്യമപേക്ഷിച്ചു കേണിതോ പുത്ര. ചിന്തയുറ്റങ്ങപേക്ഷിച്ചു ചിന്തവെന്താ സംഭ്രമത്താ ചിന്തിച്ചോരാ വിയർത്തു നീ കുളിച്ചോ പുത്ര. വിണ്ണിലോട്ടു നോക്കി നിന്റെ കണ്ണിലും നീ ചോര ചിന്തി മണ്ണുകൂടെ ചോരയാലേ നനച്ചു പുത്ര. ഭൂമിദോഷ വലഞ്ഞാറേ സ്വാമി നിന്റെ ചോരയാലേ ഭൂമി തന്റെ ശാപവും നീ
ഒഴിച്ചോ പുത്ര. ഇങ്ങനെ നീ മനുഷ്യർക്ക് മംഗളം വരുത്തുവാനായി തിങ്ങിനെ സാന്താപമോടു ശ്രമിച്ചോ പുത്ര.